ബഹുമാന്യ പ്രേക്ഷകരെ, ഇന്നത്തെ പ്രഭാഷണ വിഷയം ലോകത്തെ ശാക്തിക ചേരികളിൽ ഒന്നായ അമേരിക്കയുടെ തലപ്പത്ത് അഭിപ്രായ സ്ഥിരതയോ ആദർശബോധമോ ഒന്നുമില്ലാത്ത ഒരു ഭ്രാന്തൻ കയറിയിരിക്കുന്നതിൻ്റെ ഭവിഷ്യത്ത് ഇന്ന് ലോകം അനുഭവിക്കാൻ പോവുകയാണ്. പറയുന്ന വാക്കിന് എന്തെങ്കിലും ഒരു വില ഇതുവരെ അദ്ദേഹം കൽപ്പിച്ചിട്ടില്ല. മോഡിയെ വളരെ അടുത്ത ഫ്രണ്ടായിട്ട് കാണുകയും ഇന്ത്യയുമായിട്ട് വളരെ ഊഷ്മളമായ സൗഹൃദം ഊട്ടിയുറപ്പിക്കുകയും ചെയ്ത അതേ ട്രംപ് തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ ശത്രുപക്ഷത്തെ നിലയുറപ്പിച്ചിരിക്കുന്നു. H-1B വിസ ഇന്ത്യക്കാർക്ക് കിട്ടണമെങ്കിൽ ഇനി $1 ലക്ഷം കൊടുക്കണം. 88 ലക്ഷം രൂപയാണ്. അതുപോലെ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം 50% കൂടുതൽ നികുതി ഏർപ്പെടുത്തി കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന മെഡിക്കൽ ഉപകരണങ്ങൾ അതിന് 100% നികുതി ഏർപ്പെടുത്താൻ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക പറയുന്നതിനൊപ്പം ഇന്ത്യ തുള്ളണം എന്നുള്ള വാശിയിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ ഏകദേശം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. പാകിസ്ഥാനുമായിട്ട് കൂടുതൽ അടുക്കുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെയും പട്ടാള മേധാവിയെയും വൈറ്റ് ഹൗസിൽ സ്വീകരിച്ച് ആദരിക്കുന്നു, വിരുന്ന് കൊടുക്കുന്നു. ആദ്യം പുട്ടിൻ്റെ സുഹൃത്തായിട്ട് നിന്നിരുന്ന ആൾ ഇപ്പോൾ പുട്ടിൻ്റെ ശത്രുവായിട്ട് മാറിയിരിക്കുന്നു. സെലൻസ്കിയെ ഒരു ഘട്ടത്തിൽ വിമർശിച്ചു കൊണ്ടിരിക്കുകയും സെലൻസ്കിയെ കാര്യമായി സഹായിക്കാതിരിക്കുകയും ചെയ്ത ആൾ ഇപ്പോൾ സഹായ വാഗ്ദാനങ്ങളുമായിട്ട് കൂടിയിരിക്കുന്നു. അതുകൂടാതെ മെക്സിക്കോയുമായിട്ടുള്ള അതിർത്തി മതിൽ കെട്ടി അടയ്ക്കാൻ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ഉത്തരവിട്ടു. 726 കിലോമീറ്ററോളം മതിൽ കെട്ടുകയും ചെയ്തു. 4126 കിലോമീറ്റർ മതിൽ സ്ഥാപിക്കാനുള്ള തീരുമാനമായിരുന്നു. പിന്നീട് ജോ ബൈഡൻ വന്നതോടുകൂടി ആ തീരുമാനം മാറ്റിവെക്കപ്പെട്ടു. വീണ്ടും അതിൻ്റെ പണി ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല. മതിൽ കെട്ടി അടച്ചതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ ജർമ്മനിയിൽ കണ്ടതാണ്. അവസാനം അത് നീക്കം ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ അനുഭവം ലോകത്തിൽ നിലവിലിരിക്കുമ്പോഴാണ് ഈ ഭ്രാന്തൻ തീരുമാനവുമായിട്ട് ട്രംപ് മുന്നോട്ട് പോയത്. ഭാഗ്യവശാൽ പിന്നീട് അദ്ദേഹം ജയിക്കാൻ ഇടയാകാഞ്ഞതുകൊണ്ട് ആ മതിലിൻ്റെ പണി നിർത്തിവെക്കാൻ ഇടയായി. ഇപ്പോൾ ലോകത്ത് ഒരു കാര്യത്തിലും ഒരു സ്ഥിരതയില്ലാത്ത ആളാണ് ട്രംപ്. അപ്പോൾ അദ്ദേഹത്തെ വിശ്വസിച്ച് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ അറബി നാടുകൾ കുറേ ഉറപ്പ് കൊടുത്തിരുന്നു അവരുടെ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ. ഖത്തറിനും സൗദി അറേബ്യയ്ക്കുമൊക്കെ എന്തെങ്കിലും ബാഹ്യ ഭീഷണി വന്നാൽ അമേരിക്ക നേരിടും എന്നുള്ള ഉറപ്പ് കൊടുത്തിരുന്ന അതേ അമേരിക്ക തന്നെ ഖത്തറിലേക്ക് ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ അറിഞ്ഞില്ലെന്ന് നടിച്ചു, കണ്ടില്ലെന്ന് നടിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഭ്രാന്തൻ ലോകത്തെ ശാക്തിക ചേരിയുടെ ഒരു വിഭാഗത്തിൻ്റെ തലപ്പത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് ലോകത്തിന് വളരെ അപകടം ഉണ്ടാക്കുമെന്നുള്ളതാണ് നമുക്ക് കരുതേണ്ടത്. മാരകായുധങ്ങളായ ആറ്റം ബോംബും ഹൈഡ്രജൻ ബോംബും ഒക്കെ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ തലപ്പത്താണ് ഇങ്ങനെയുള്ള ഒരാളിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ അപകട ഭീഷണി വളരെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വികടബുദ്ധിയിൽ എന്തെങ്കിലും മണ്ടത്തരം തോന്നിയാൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത് ലോകം മുഴുവനുമാണ്. ഇതിനൊരു പരിഹാരം എന്നുള്ള അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം എന്തെങ്കിലും അപകടം ഉണ്ടാക്കി വയ്ക്കുമോ എന്നുള്ള ഒരു ഭീതിയിലാണ് ലോക സമൂഹം. യാതൊരു അഭിപ്രായ ദൃഢതയോ ആദർശബോധമോ വാക്സ്ഥിരതയോ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ ഇങ്ങനെ കയറിത്തലം വലിയ വൻശക്തി രാഷ്ട്രത്തിൻ്റെ തലപ്പത്ത് എത്തിപ്പെടാനുണ്ടായത് അവിടുത്തെ വംശീയ വിദ്വേഷം പുലർത്തുന്ന ഒരു വിഭാഗം ജനങ്ങളുടെ വോട്ടാണ്. കുടിയേറ്റത്തിനെതിരായിട്ട് നിലകൊണ്ട ഒരു വിഭാഗത്തിൻ്റെ വോട്ടാണ് അവർക്കുണ്ടായത്. വെള്ളക്കാരൻ്റെ മേന്മയെ ഉദ്ഘോഷിക്കുന്ന, പണ്ട് ഹിറ്റ്ലർ ആഘോഷിച്ചതുപോലെ ആര്യരക്തത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന മനോഭാവമുള്ള ആളുകൾ, മറ്റുള്ളവരെല്ലാം ശ്രേഷ്ഠരല്ല, അവർ മാത്രമാണ് ശ്രേഷ്ഠരെന്ന് കരുതുന്ന, വെള്ളക്കാരന് വേണം എന്ന് ആഗ്രഹിക്കുന്ന വിഭാഗം ആളുകളുടെ വോട്ടാണ് ട്രംപിന് തുണയായത്. യാഥാസ്ഥിതികതയുടെ അങ്ങേ അറ്റത്തുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു.